പടം എന്ന് പറഞ്ഞാൽ പക്ക നമ്മളിപ്പം ഡീമൺ സ്ലെയർ ഒരു വട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഈ സിനിമ ഒന്ന് കാണണം. ഇപ്പം മൂഗൻ റെയിൻ കണ്ടിട്ടില്ലെങ്കിലും ഇത് കാണാതെ പക്ക മാങ്ക തന്നെയാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ഇപ്പോൾ എടുത്തേക്കുന്നതാണെങ്കിലും എഡിറ്റിംഗ് ഒക്കെ പക്ക ഇതാണ്. നമുക്ക് 3D ആണെന്ന് ഫീൽ ചെയ്യും മൊമെൻസിനകത്ത്. അക്കാസയുടെ ലാസ്റ്റ് സീനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അക്കാസ ഫാനായി പോവും ലാസ്റ്റ് കാണുമ്പോൾ. അങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഈ സ്പോയിലറായി പോകും. അടിപൊളിയായിരുന്നു. നല്ല ആനിമേഷനും പിന്നെ അക്കാസയുടെ ഫൈറ്റ് ആയിരുന്നു ഏറ്റവും അടിപൊളി. സെറ്റ് മൂവിയാണ്. നല്ല ആനിമേഷനൊക്കെയാണ്. കൊള്ളാം. ബാക്ക് സ്റ്റോറി ഭയങ്കര ലാഗ് അടുപ്പിച്ച്, ബാക്കിയൊന്നും ചെയ്യില്ല. അടിപൊളിയായിരുന്നു. ഫൈറ്റൊക്കെ അടിപൊളിയായിരുന്നു. ആനിമേഷൻ നല്ലോണം. സൂപ്പർ അടിപൊളി. കൊള്ളാം. നല്ല പടം. നല്ല സിനിമ. വേറെ ലെവലായിരുന്നു. സൂപ്പറായിരുന്നു. സിനിമ നൈസാണ്. പടത്തിൽ ഫൈറ്റും പിന്നെ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയൊക്കെ എല്ലാം നൈസാണ്. നൈസാണ് ബ്രോ. കിടില ഫൈറ്റ് ആയിരുന്നു ബ്രോ. ഫൈറ്റ് കൊള്ളായിരുന്നു. വേറെ പോസിറ്റീവായിട്ട് എന്ന് പറയുമ്പോൾ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. അടിപൊളി പടം. നൈസായിരുന്നു. ഫൈറ്റൊക്കെ എങ്ങനെയുണ്ട്? ഇത് നല്ല പൊളി ഗ്രാഫിക്സ് ഒക്കെ ആയിരുന്നു. പൊളി ഫൈറ്റാണ്. എല്ലാം പൊളിയാണ്. എടുത്തു പറയാനായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? എടുത്ത് പറയാന്ന് വെച്ചാൽ നല്ലൊരു ഇമോഷണലായിട്ടുള്ള ഇതുണ്ട്. കുറച്ച് സീൻസൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ വെച്ചാണ് എല്ലാം. ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ആക്ഷനൊക്കെ പൊളിയൊക്കെ തന്നെ. കൊള്ളാം. ആനിമേഷനൊക്കെ കൊള്ളാം. സൂപ്പർ. പോയി കാണുക. അടിപൊളി. പോയി കാണുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. തിയേറ്റർ എക്സ്പീരിയൻസ്. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? VFX ഉള്ള പടത്തിൽ. ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ. ഗുഡ്. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? ഫൈറ്റ് അക്കാസിന്റെ ബാക്ക് സ്റ്റോറി ഭയങ്കര ഇഷ്ടം. നല്ല മോശമല്ലേ ഇത് ലവ് സ്റ്റോറി പുതിയൊരു നല്ലായിരുന്നു. ആക്ഷൻ നല്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗായിരുന്നേ ഉള്ളൂ. അത്യാവശ്യം ഉണ്ടായിരുന്നു. ബ്രോ സൂപ്പർ പടമാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. അടിപൊളി പടമാണ്. അഭിനയമൊക്കെ നൈസാണ്. പീക്ക്. ഡീമൺ സ്ലെയർ അടിപൊളി. പ്രതീക്ഷേനെക്കാട്ടി നല്ല രീതിയിൽ കൊള്ളായിരുന്നു. അടിപൊളിയായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. ആകാശയുടെ ബാക്ക് സ്റ്റോറി വാസ് സൂപ്പർ. വേറെ ലെവലായിരുന്നു. സൂപ്പർ. ഒന്നും പറയാനില്ല. നല്ലൊരു ആനിമിയാണ്. ആനിമി എല്ലാവരും കാണണം, എന്നാലേ അത് കണക്റ്റ് ആവത്തുള്ളൂ. ഒക്കെ കുറയും. ആകാശിന് ഫാൻസ് കൂടും. കാര്യം പുള്ളിയുടെ ബാക്ക് സ്റ്റോറിയൊക്കെ പക്കയായിരുന്നു. സൗണ്ട് വിഷ്വൽ ട്രീറ്റ് ഒക്കെ ഉണ്ട്. ആനിമി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തെങ്കിലും കാണാം. ആക്ഷൻ പക്കയായിരുന്നു. കണക്റ്റ് ആവുന്നുണ്ട്. ആകാശിന്റെ ബാക്ക് സ്റ്റോറി കണക്റ്റ് ആവുന്നുണ്ട്. പക്കയായിരുന്നു ബ്രോ. കൊള്ളാം. സൂപ്പറായിരുന്നു. It was extremely good. 100% recommend. I mean, ഫൈറ്റ്സിന് വേണ്ടി മാത്രം വരുന്നതാണെങ്കിൽ യു പ്രോബ്ലി ഗെറ്റ് ബോർഡ് ബിക്കോസ് ഇറ്റ്സ് a 3-hour long മൂവി ആൻഡ് കുറേ ഭയങ്കര ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ കുറച്ചുകൂടെ ഒരു കോംപ്ലക്സ് ക്യാരക്ടേഴ്സ്, കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ലൈൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ 100% ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ഡെപ്ത് ആയിട്ടുള്ള കവർ ചെയ്തിരിക്കുന്നു. ചില സീൻസിലൊക്കെ കണ്ടു നിറഞ്ഞു. നല്ല ഇമോഷണൽ ആയിരുന്നു. എക്സ്ട്രീംലി ഗുഡ്. കിടിലം പടമാണ്. ക്യാരക്ടർ ഡെവലപ്മെൻറ്റിന് നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്തൊരു പടമാണ്. ആൻഡ് ദേ മേക്ക് യു ഫീൽ ഫോർ ദ ക്യാരക്ടേഴ്സ്. നല്ലോണം ഒരു ഡെപ്ത് ഉള്ള പടമാണ്. ഐ വുഡ് ഹൈലി റെക്കമെൻഡ്. എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. കൊള്ളായിരുന്നു. ബിക്കോസ് കാണാൻ എക്സ്പെക്ട് ചെയ്താണ് നിന്നത്. എല്ലാം നമ്മളിത് വെയിറ്റിംഗ് ആയിരുന്നു ഭയങ്കരമായിട്ട്. എക്സ്പീരിയൻസ് അടിപൊളി. ആക്ഷൻസ്, സ്റ്റണ്ട് എല്ലാം അടിപൊളിയായിരുന്നു. എക്സ്പെക്ട് യു ടാൻജറോ എല്ലാം